everyone, welcome back to Silent Learning. അക്ഷയ് സാർ ആണ്. സോ മക്കളെ, നമ്മുടെ 9 CBSE മക്കൾക്ക് വളരെ സന്തോഷമുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം പറയാനാണ് സാർ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. സോ മക്കളെ, നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ വളരെ കൃത്യമായ ഒരു പ്ലാനിങ് നമ്മുടെ 9th CBSE ബയോളജി വളരെ എഫക്റ്റീവായി പഠിക്കാവുന്ന അല്ലെങ്കിൽ പഠിക്കാൻ സാധിക്കുന്ന വളരെ കൃത്യമായ എഫക്റ്റീവ് പ്ലാനിങ് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് സാറ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഒരു റോഡ് മാപ്പ് ടു സക്സസ്, അതാണ് നമ്മുടെ ഉദ്ദേശം. കൃത്യമായ ഒരു മാപ്പിംഗ് അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ഈ ഒരു അക്കാദമിക് ഇയറിൽ നമ്മൾ എങ്ങനെ പഠിക്കണം, ഏതൊക്കെ കാര്യങ്ങൾ പഠിക്കണം, ഏതൊക്കെ രീതിയിൽ പഠിക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സാർ നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോയിൽ പറയാൻ പോവാണ്. സോ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം മക്കളെ, തീർച്ചയായിട്ടും ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. സോ ബയോളജിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 9th CBSEയിൽ 3 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ്, സെക്കൻഡ് ചാപ്റ്റർ ടിഷ്യൂസ് ആണ്, തേർഡ് ചാപ്റ്റർ ഇംപ്രൂവ്മെന്റ് ഇൻ ഫുഡ് റിസോഴ്സസ്. അങ്ങനെ 3 ചാപ്റ്ററുകൾ മാത്രമേ ഉള്ളൂ എന്ന് ഒരു പക്ഷേ നമ്മുടെ മക്കൾ ചിന്തിക്കുന്നുണ്ടാവും. ഈ ഒരു അക്കാദമിക് ഇയറിൽ 3 ചാപ്റ്റർ പഠിച്ചാൽ പോരെ എന്നുള്ളത്. എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ചാപ്റ്റേഴ്സിൽ പഠിക്കാനുള്ള കോൺസെപ്റ്റുകൾ കുറച്ച് ശ്രദ്ധിച്ചു പഠിക്കേണ്ട കോൺസെപ്റ്റുകളാണ്. പരീക്ഷയിലൊക്കെ നമുക്ക് മാർക്ക് നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. സോ കൺസെപ്റ്റുകളെല്ലാം തന്നെ വളരെ കൃത്യമായി പഠിച്ചുകൊണ്ട് എങ്ങനെ നമ്മൾ ഈ അക്കാദമിക് ഇയറിൽ മികച്ച ഒരു വിജയം, മികച്ച ഒരു സക്സസ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും, നമുക്ക് വിട്ടാലോ? യെസ്. അപ്പോ ഇതാണ് പറയാനുള്ള വിഷയം, നമ്മുടെ ബയോളജി റോഡ് മാപ്പ്. ഇവിടെ എഴുതിയ കണ്ടോ നിങ്ങള്? ബിഗിൻ വെൽ, നന്നായി തുടങ്ങുക. സ്ട്രൈവ് ഹാർഡ്, നല്ല രീതിയിൽ തന്നെ ഹാർഡായി തന്നെ നിങ്ങൾ കഷ്ടപ്പെടുക. അങ്ങനെയാണെങ്കിൽ ഗ്രേറ്റ് അച്ചീവ്മെന്റ് നിങ്ങൾക്ക് കിട്ടും. അച്ചീവ് ഗ്രേറ്റ്ലി, മികച്ച രീതിയിലുള്ള ഒരു വിജയം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കുട്ടികളെ. അപ്പൊ മക്കളെ, ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു. വൈ യു നീഡ് എ ബയോളജി റോഡ് മാപ്പ് ഇൻ ക്ലാസ് 9? ഈ 9ാം ക്ലാസ് അല്ലേ നിങ്ങൾ പഠിക്കുന്നത്? പലപ്പോഴും പല മക്കൾക്കും ഉണ്ടാവുന്ന ഒരു ചിന്തയാണ്, 10ാം ക്ലാസ് എത്തുമ്പോഴല്ലേ നമ്മള് ബോർഡ് എക്സാം ഫേസ് ചെയ്യുന്നുള്ളൂ, 10ാം ക്ലാസ്സിൽ കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടായാൽ പോരെ എന്ന ചിന്താഗതി നമ്മുടെ മക്കൾക്ക് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അവർക്ക് വേണ്ടി പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ അറിയേണ്ട കാര്യമാണ്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നത് 10ാം ക്ലാസ്സിന്റെയും 11ന്റെയും 12ന്റെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ 9ൽ പഠിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പോ 9ാം ക്ലാസ്സിലുള്ള കാര്യങ്ങൾ നിസ്സാരമായി കാണേണ്ട, നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങളാണ്. നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിച്ചെങ്കിൽ മാത്രമേ ഹയർ സ്റ്റഡീസ് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അവിടുത്തെ ഒരു ഫാക്ട് എന്ന് പറയുന്നത്. ഒരു ഉത്തരം പറയുന്നുണ്ട്, ബയോളജി ഇൻ ക്ലാസ് 9 ഈസ് യുവർ ഫൗണ്ടേഷൻ. അല്ലേ? ഫൗണ്ടേഷൻ ആണ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഹൗ ലൈഫ് വർക്ക്. എസ്പെഷ്യലി ഞാനിപ്പോ ജീവനോടെ ഉണ്ട്, ഞാനിപ്പോ കുറെ കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയാണ്, കൺവേ ചെയ്യാണ്. എങ്ങനെയാണ് സാധിക്കുന്നത്? എന്റെ ബോഡിയിൽ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ കാര്യങ്ങളൊക്കെ എന്റെ ബോഡിയിൽ ഒരുപാട് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ല് കൊണ്ടാണ്. ഈ ഓരോ സെല്ലുകളും അതിൻ്റെതായ ഫങ്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് ഞാൻ ബേസിക്കലി സിമ്പിളായി പറഞ്ഞാൽ ഞാനിങ്ങനെ എന്റെ ബോഡിയിൽ ലൈഫ് ഉള്ളതും ഞാനിങ്ങനെ സംസാരിക്കാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതിന്റെ ഒക്കെ റീസൺ അതാണ്. അപ്പൊ ആ സെല്ലുകളെ കുറിച്ച് മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് മുതൽ നമ്മൾ പഠിക്കുകയാണ് ഈ ഒരു 9th CBSEയിൽ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർഷമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അക്കാദമിക്സ് ആണ് ബയോളജി നിങ്ങൾക്ക് മുന്നിൽ വരുന്നത്, നിങ്ങൾക്ക് വേണ്ടി പറയാനുള്ള കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് വളരെ സീരിയസ് ആയി തന്നെ കാണണം. വിത്ത് ഓൺലി 3 കീ ചാപ്റ്റേഴ്സ്, 3 ചാപ്റ്റേഴ്സേ ഉള്ളൂ. എ സ്മാർട്ട് ആൻഡ് സ്പേസ്ഡ് പ്ലാൻ ക്യാൻ ഹെൽപ്പ് യു. 3 ചാപ്റ്റേഴ്സേ ഉള്ളൂ എന്ന് വെച്ച് നമ്മൾ ഇതിനെ സിമ്പിൾ ആക്കി കാണേണ്ട. കാരണം സയൻസ് എന്ന വിഷയത്തിൽ ബയോളജി മാത്രമല്ലല്ലോ, നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രിയും ഉണ്ട്. ഇത് 3ഉം കൂടി സയൻസ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് എക്സാം ഒക്കെ എന്ത് ചെയ്യുക, ചോദിക്കാറുള്ളത്. സോ 3 ചാപ്റ്റേഴ്സേ ഉള്ളൂ എന്ന രീതിയിൽ നിങ്ങൾ ഇതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. ഇതിൽ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ചെയ്യേണ്ട കാര്യം, മാസ്റ്റർ കോർ കോൺസെപ്റ്റ് ആൻഡ് അറ്റ് എ സ്റ്റഡി പേസ്. അതായത് നമ്മൾ തുടക്കത്തിൽ നല്ല ഉഷാറിൽ റെഡിയാണ്, ഐ ആം ഫുൾ കോൺഫിഡന്റ്, ഞാൻ പഠിക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് തുടക്കത്തിൽ ഹൈ എനർജിയിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കുന്നു എന്ന് വിചാരിക്കാം. എന്നാൽ കുറച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം
നിങ്ങൾക്ക് ആ ഒരു ഉഷാർ അല്ലെങ്കിൽ ആ ഒരു എനർജി നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല. തുടക്കത്തിൽ നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇട്ടോ, എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്തോ, എത്രത്തോളം ഇൻട്രസ്റ്റിൽ നിങ്ങൾ പഠിച്ചുവോ, അതേ സംഭവം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അത് ചെയ്യണം. ബാലൻസ് സ്കൂൾ വർക്ക് വിത്ത് സെൽഫ് സ്റ്റഡി. സി മക്കളെ, സ്കൂള് നമുക്ക് എന്നും പ്രിയപ്പെട്ടതാണ്. എന്നും നമുക്ക് സ്കൂളിലെ വർക്കുകൾ ചെയ്യാതിരിക്കാൻ ഞാൻ പറയില്ല. സ്കൂളിലെ വർക്ക് ചെയ്യണം. സ്കൂളിൽ ടീച്ചേഴ്സ് വർക്ക് തരും, അത് ചെയ്യണം. സ്കൂളിൽ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നുണ്ട്, അത് പഠിക്കണം. ആ കൂട്ടത്തിൽ നിങ്ങളും സെൽഫായി നിങ്ങളെ ഒന്ന് അനാലിസ് ചെയ്ത് നോക്കുക. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആ ഒരു അനാലിസിസിലൂടെ സെൽഫായ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ സൈഡിലൂടെ കൊണ്ടുപോകണം. ഓക്കെ അല്ലേ കുട്ടികളെ? പിന്നെന്താ പറയുന്നത്? അവോയ്ഡ് ക്രാമിംഗ് ആൻഡ് സ്ട്രെസ് ബിഫോർ എക്സാം. പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണ് അവസാനത്തേക്ക് കൂട്ടിവെക്കുക എന്നുള്ളത്. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ നാളെ ചെയ്യാം. ചെയ്യാറില്ലേ നിങ്ങൾ? അക്ഷയയിൽ പോയി അത് അപേക്ഷിക്കണം, നാളെ ചെയ്യാം. മില്ലിൽ പോയി അരി പൊടിക്കണം, നാളെ ചെയ്യാം. ഇന്ന് എന്ന് പറയുന്ന സംഭവം നമ്മുടെ ഡിക്ഷണറിയിൽ ആരുടെ ഡിക്ഷണറിയിലും ഇല്ല എന്ന് തോന്നുന്നു. എന്തിനാണ് മക്കളെ നാളേക്ക് 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 എന്ന് പറഞ്ഞ് നിങ്ങൾ മാറ്റുന്നു? നാളെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞ് പല കാര്യങ്ങളെയും മാറ്റി നിർത്തുന്നതുകൊണ്ട് വിലപ്പെട്ട നമ്മുടെ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോവാണ്. ക്രിയേറ്റീവായ ഇന്ന്, ടുഡേ നമുക്ക് നഷ്ടപ്പെട്ടു പോവാണ്. മക്കളോട് പറയാനുള്ള കാര്യം, നല്ലൊരു എഫക്റ്റീവ് പ്ലാനിങ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നാളെ നാളെ നീളെ എന്ന് പറയുന്ന പരിപാടി നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ട് ഇങ്ങനെ ക്രാമിംഗ് അപ്പ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ നാളേക്ക് വെച്ച് ലോഡ്, ആ ബേർഡൻ കൂടുന്ന രീതി നമുക്ക് ഒഴിവാക്കാം. സ്ട്രെസ് നമുക്ക് ഒഴിവാക്കാം. മെന്റൽ സ്ട്രെസ് ഉണ്ട്. എനിക്കറിയാവുന്ന പല കുട്ടികളും ഉണ്ട്, പരീക്ഷയ്ക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വലിയ രീതിയിലുള്ള ടെൻഷനും സ്ട്രെസ്സും ഒക്കെ തലയിൽ വെച്ചുകൊണ്ട് ഭ്രാന്തു പിടിച്ച രീതിയിൽ കുറെ കുട്ടികൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാ? അവരെ അവസാനത്തേക്ക് മാറ്റിവെച്ചത് കൊണ്ടാ. കൃത്യമായ പ്ലാനിങ് ഇല്ലാതെ അവസാനത്തേക്ക് മാറ്റി വെക്കുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. അപ്പൊ നമ്മുടെ മക്കള് കൃത്യമായ പ്ലാനിങ്ങിലൂടെ പോയാൽ ഇത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. ലെറ്റ്സ് ബിൽഡ് അണ്ടർസ്റ്റാൻഡിങ് വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം. അപ്പൊ കൃത്യമായി നമ്മൾ എന്ത് ചെയ്യാം? കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് കയറുന്നു, അതിന് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നു. കൃത്യമായ വെൽ പ്ലാനിങ്ങോടുകൂടി മാത്രം നമുക്ക് എന്ത് ചെയ്യാം? പഠനത്തെ കാണാം. അപ്പൊ എനിക്ക് ഇപ്പൊ നമ്മളിപ്പോ ജൂണിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പൊ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു ഓൾറെഡി. വെക്കേഷൻ നിങ്ങൾ എങ്ങനെ സ്പെൻഡ് ചെയ്തു എന്നുള്ളതൊക്കെ പാസ്റ്റ് ആണ്. കുറെ ആൾക്കാർ നല്ല രീതിയിൽ തന്നെ പഠിക്കാനും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. ചില ആൾക്കാർ പഠിച്ചിട്ടുണ്ടാവൂല, ഫുൾ ടൈം കളിയായിരിക്കും. കളിക്കുന്നത് തെറ്റൊന്നും അല്ല കേട്ടോ. പഠിക്കുകയും വേണം, കളിക്കുകയും വേണം. എല്ലാത്തിനും നമ്മൾ സമയം കണ്ടെത്തണം, തീർച്ചയായിട്ടും കണ്ടെത്തണം. അപ്പൊ കഴിഞ്ഞു പോയതൊക്കെ കഴിഞ്ഞതാണ്. പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് പ്രസന്റ് ആണ്. പ്രസന്റും നമ്മുടെ ഫ്യൂച്ചറും നമ്മൾ ചിന്തിക്കണം. ലിവ് ഇൻ ദ പ്രസന്റ്, തിങ്ക് അബൌട്ട് ദ ഫ്യൂച്ചർ. അപ്പോൾ നോക്കാം, ജൂൺ ജൂലൈ മാസം നമ്മൾ സ്കൂളൊക്കെ തുറക്കുന്ന സമയമാണ്. തുറന്നു കഴിഞ്ഞു ഓൾറെഡി. സോ മക്കൾക്ക് അറിയാം, സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. മഴ, പിന്നെ അതുപോലെ തന്നെ വർക്ക് ലോഡ് ചിലപ്പോൾ ഉണ്ടാവും. 2 മാസം അല്ലെങ്കിൽ 1.5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സ്കൂളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എഴുതാനും. നിങ്ങൾ എന്നും എഴുതി ശീലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വെക്കേഷൻ ടൈമിലൊന്നും നിങ്ങൾ പെന്നോ പെൻസിലോ ബുക്കൊന്നും തൊട്ടിട്ടില്ലെങ്കിൽ ആ ഒരു സ്ട്രഗിളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന സമയമായിരിക്കും. ഓക്കെ, അപ്പൊ ജൂൺ ജൂലൈ മാസത്തിൽ നമ്മുടെ ബയോളജിയിലെ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന ചാപ്റ്റർ ഒന്ന് തറോ ആക്കാൻ വേണ്ടി ശ്രമിക്കാം. ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്റർ നന്നായിട്ട് ആ ചാപ്റ്ററിൽ ടൈം നമ്മൾ പ്രത്യേകം ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത, നമ്മൾ എവിടെ ഫോക്കസ് ചെയ്യണം? ആക്ച്വലി നമ്മളൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ സെൽ ബയോളജിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാപ്റ്റർ സഹായിക്കുന്നത്. സെൽ ബയോളജി പറഞ്ഞാൽ സെല്ലുകളെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ച്, അത്രേ ഉള്ളൂ. അപ്പോൾ വളരെ കൃത്യമായ ഒരു നോളജ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ജൂൺ ജൂലൈയിൽ. ബിക്കോസ് ഈ ചാപ്റ്റർ നമുക്ക് ഹയർ ക്ലാസ്സസിലും ഉണ്ട്, കോമ്പറ്റേറ്റീവ് എക്സാംസിലും ചോദിക്കും. സോ ആ ഒരു ഇമ്പോർട്ടൻസോട് കൂടി തന്നെ മക്കൾ ഈ ചാപ്റ്ററിനെ കാണണം എന്ന് തന്നെയാണ് സാറിന് പറയാനുള്ളത്. ഇവിടെ കാണാം, ഇവിടെ നമ്മൾ വീക്ക് നമ്മൾ തരംതിരിച്ചിരിക്കുകയാണ്.
2 മാസമുണ്ട്. ആദ്യത്തെ 2 ആഴ്ചകളിൽ സെല്ലുകളെ കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്താണ് സെല്ല് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്, ആ ഒരു ഓർഗനൈസേഷനെ കുറിച്ച് പഠിക്കണം. അതുപോലെ തന്നെ സെല്ല് തിയറിയെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ആരൊക്കെയാണ് സെൽ തിയറി കോൺട്രിബ്യൂട്ട് ചെയ്തതെന്ന് മനസ്സിലാക്കണം. ആ സയന്റിസ്റ്റുകളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായല്ലോ. പിന്നെ അതുപോലെ തന്നെ സെല്ലിന്റെ ഡിസ്കവറി ഉണ്ട്. സെല്ലിന്റെ ഡിസ്കവറിയെ കുറിച്ച് മനസ്സിലാക്കണം. ടൈപ്സ് ഓഫ് സെൽസ് മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ മനസ്സിലാക്കണം. ഇനി വീക്ക് 3 to 4 3-4 ആഴ്ചകളിൽ സെല്ലിന്റെ ഉള്ളിലുള്ള ഓർഗനൽസിനെ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കണം. ഓക്കെ, ഇത് ടൈം എടുത്ത് നിങ്ങൾ പഠിച്ചോളൂ. ഇത്രയും സമയമുണ്ട്, ടൈം എടുത്തുകൊണ്ട് തന്നെ പഠിക്കുക. പക്ഷേ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്, ഓൾവേസ് നിങ്ങൾ കീപ് ഇൻ യുവർ മെമ്മറി, വെനെവർ യു ആർ സ്റ്റഡിങ് സംതിങ്, അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് ആൻഡ് സ്റ്റഡി. കൃത്യമായ ആശയം എന്താണ് അതിൽ പറയുന്ന കൃത്യമായ കോൺസെപ്റ്റ്, ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം പഠിക്കുക. ആരും ബൈഹാർട്ട് ചെയ്യരുത്. ബൈഹാർട്ട് ചെയ്യുന്ന രീതിയെ തെറ്റാണ്. ആരും ബൈഹാർട്ട് ചെയ്യരുത്. വീക്ക് 3-4 നമ്മൾ സെൽ ഓർഗനൽസ് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ അതിന്റെ ഫങ്ഷൻസിലേക്കും പോകുന്നു. ഓരോ സെൽ ഓർഗനൽസ്, മൈറ്റോകോൺട്രിയ പവർ ഹൗസ് ഓഫ് ദ സെല്ലാണ്. എനർജി പ്രൊഡക്ഷൻ അവിടെ നടക്കുന്നു. അതിൽ 2 മെംബ്രെയിൻ ഉണ്ട്. ഇന്നർ മെംബ്രെയിൻ ഡീപ്ലി ഫോൾഡഡ് ആണ്, അതിന്റെ പേര് ക്രിസ്റ്റയാണ്. അങ്ങനെ പോയിന്റുകളാക്കി നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ അല്ലേ? പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഇനി 5ാമത്തെ ആഴ്ചയിൽ ഡയഗ്രാം പ്രാക്ടീസ് ചെയ്യണം. ആനിമൽ പ്ലാന്റ് സെല്ല് ഡിഫറൻസസ് പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. അപ്പൊ ആനിമൽ പ്ലാന്റ് സെല്ല് ഡയഗ്രാം ഒന്ന് നിങ്ങൾ സിംപിളി ഒന്ന് വരച്ചു നോക്കുക. എന്നിട്ട് ഡയഗ്രത്തില് ഓരോ പാർട്സും ഓരോ ഓർഗനൽസും ലേബൽ ചെയ്ത് പഠിക്കുക. എന്നിട്ട് പ്ലാന്റ് സെല്ലിൽ മാത്രം കാണുന്ന ഓർഗനൽസ് ഏതെന്ന് മനസ്സിലാക്കുക. ആനിമൽ സെല്ലിൽ മാത്രം കാണുന്ന ഓർഗനൽസ് ഏതെന്ന് മനസ്സിലാക്കുക. അങ്ങനെ കൃത്യമായ വെൽ സ്ട്രക്ചേർഡ് ആയ രീതിയിൽ പഠിച്ചു വെക്കണം. അതിനുശേഷം 6ാമത്തെ ആഴ്ചയിൽ NCERT മുന്നേ ചോദിച്ച അല്ലെങ്കിൽ പഴയ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ചോദ്യങ്ങളെല്ലാം തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വർക്ക്ഷീറ്റും ഒക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, ആ ആഴ്ച നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. 7-8 ആഴ്ചകളിൽ സെൽഫ് ടെസ്റ്റിംഗ് ആൻഡ് കോൺസെപ്റ്റ് മാപ്പിംഗ് ആണ്. അതായത് മക്കളെ കൃത്യമായ രീതിയിൽ ഒരു മൈൻഡ് മാപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. കൃത്യമായി ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് സെല്ലുകളാണ്. കൃത്യമായി ഒരു മൈൻഡ് മാപ്പ് പോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് കൺസ്ട്രക്ട് ചെയ്ത് സെൽഫായി ഒരു നോട്ടൊക്കെ തയ്യാറാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്തുകൊണ്ടും ഈ ഒരു ചാപ്റ്റർ ഏസ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ സഹായിക്കും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ ടോണിസിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് കൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി ഹൈപ്പർടോണിക് സൊല്യൂഷൻ, ഐസോടോണിക് സൊല്യൂഷൻ, ഹൈപ്പോടോണിക് സൊല്യൂഷൻ, കൃത്യമായി കോൺസെപ്റ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് അത് നമുക്ക് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാവുന്ന എക്സ്പെരിമെന്റ് ആയി നമുക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. ഒരു കോൺസെൻട്രേറ്റഡ് ഷുഗർ സൊല്യൂഷൻ എടുക്കുന്നു, അതിലേക്ക് റെസിൻസ് ആഡ് ചെയ്യുന്നു, എന്ത് മാറ്റം സംഭവിക്കുന്നു. അങ്ങനെ വീട്ടിൽ തന്നെ ചില എക്സ്പെരിമെന്റും ചെയ്ത് പഠിക്കാവുന്ന വളരെ മികച്ചൊരു ചാപ്റ്ററാണ് ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ്. ജൂൺ-ജൂലൈ മാസത്തിൽ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫിലെ എല്ലാ കോൺസെപ്റ്റുകളും ക്ലിയർ ആവണം. എല്ലാത്തരം ചോദ്യങ്ങളും നമ്മൾ ഫേസ് ചെയ്യണം, ഇൻക്ലൂഡിംഗ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. പലപ്പോഴും മക്കളുടെ മാർക്ക് നഷ്ടപ്പെടുത്തുന്ന MCQs നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനും ആരും മറക്കരുത്. ഇനി അടുത്ത 2 മാസത്തിലേക്ക് വരുമ്പോൾ ഓഗസ്റ്റ്-സെപ്റ്റംബർ മാസത്തിലേക്ക് ടിഷ്യൂസ് എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് കോൺകർ ചെയ്യും എന്ന ഉറച്ച വിശ്വാസം നിങ്ങളിൽ ഉണ്ടാവണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. അണ്ടർസ്റ്റാൻഡ് പ്ലാന്റ് ആൻഡ് ആനിമൽ ടിഷ്യൂസ് ഇൻ ഡീറ്റെയിൽ. ഈ ഒരു ചാപ്റ്റർ നമ്മൾ പ്ലാന്റ് ടിഷ്യൂസ്, ആനിമൽ ടിഷ്യൂസ് ആണ് മെയിൻലി പഠിക്കാറ്. പ്ലാന്റ് ടിഷ്യൂസ് ഡിഫറെന്റ് വെറൈറ്റീസ് ഉണ്ടെന്നും ആനിമൽ ടിഷ്യൂസ് ഡിഫറെന്റ് വെറൈറ്റീസ് ഉണ്ടെന്നും നിങ്ങൾ മനസ്സിലാക്കും. അപ്പൊ ഇതൊക്കെ പഠിക്കുമ്പോൾ നേരത്തെ പറഞ്ഞത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല, എന്നാലും പറയാണ്, മനസ്സിലാക്കിക്കൊണ്ട് മാത്രം പഠിക്കണം എന്നുള്ളത്. ഇതിന്റെ പ്ലാനിങ്ങിലേക്ക് വരുമ്പോൾ ആദ്യത്തെ 2 ആഴ്ചകളിൽ പ്ലാന്റ് ടിഷ്യൂസ് കൃത്യമായി മനസ്സിലാക്കണം. പ്ലാന്റ് ടിഷ്യൂസ് എന്താണ് കൃത്യമായി മനസ്സിലാക്കുക. അത് ടൈപ്സ് നോക്കുക. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ, പെർമനന്റ് ടിഷ്യൂ. അതില് പെർമനന്റ് ടിഷ്യൂ വീണ്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. സിമ്പിൾ പെർമനന്റ്, കോംപ്ലക്സ് പെർമനന്റ് എന്നുള്ള രീതിയിൽ അതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. കൃത്യമായി ക്ലാസിഫിക്കേഷൻ ചാർട്ട് വരച്ചുകൊണ്ട് ആ ചാർട്ട് നിങ്ങളുടെ വീടിന്റെ നിങ്ങൾ കാണുന്ന ചുമരിൽ ഒട്ടിച്ചു വെച്ചാൽ, ദിവസവും നിങ്ങൾ കാണുന്ന ഭാഗത്ത് ഒട്ടിച്ചു വെച്ചാൽ, നിങ്ങൾ പോലും അറിയാതെ ആ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക്
ഓടിയെത്തും. പരീക്ഷയിൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ വളരെ അനായാസം ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ആൻസർ ചെയ്താൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ വീക്ക് 3 to 4 നമ്മൾ ആനിമൽ ടിഷ്യൂസ് പഠിക്കണം. എപ്പിത്തീലിയൽ, കണക്റ്റീവ്, മസ്കുലാർ, നെർവസ് ടിഷ്യൂ ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇതിനെ കുറിച്ചൊക്കെ വ്യക്തമായി പഠിക്കാം. അതിൽ തന്നെ എപ്പിത്തീലിയൽ ടിഷ്യൂവിന് വീണ്ടും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി 2 ആഴ്ച, 3ാമത്തെ ആഴ്ച 4ാമത്തെ ആഴ്ചയും നിങ്ങൾ വിനിയോഗിക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. വീക്ക് 5ലേക്ക് വരുമ്പോൾ ഡയഗ്രാംസും ടേബിൾ കമ്പാരിസണും പഠിക്കണം. ഡയഗ്രാംസ് നന്നായിട്ട് പഠിക്കണം. ഫോർ എക്സാമ്പിൾ പാരൻ ഗെയിമ, സ്ക്ലീറൻ ഗെയിമ, ദെൻ കോളൻ ഗെയിമ, ഇവരുടെ ഡയഗ്രാംസ് ജസ്റ്റ് നോക്കണം. ഒരു എക്സാമ്പിൾ മാത്രമാണ്, അതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് പറയാനുണ്ട്. ആ ഡയഗ്രാംസ് കൃത്യമായിട്ട് നോക്കുക. പിന്നെ ടേബുലാർ കമ്പാരിസൺ നോക്കുക. ഫോർ എക്സാമ്പിൾ സൈലം, ഫ്ലോയം, ഇതൊക്കെ നമ്മൾ പഠിക്കും. കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ, സൈലം, ഫ്ലോയം. അപ്പൊ സൈലത്തിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഫ്ലോയത്തിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്, ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ ടേബിളുകളാക്കിക്കൊണ്ട് ടേബുലാർ ഫോമിൽ ചെയ്തുകൊണ്ട് കമ്പയർ ചെയ്തുകൊണ്ട് പഠിക്കണം. സൈലം ഇന്ന് എങ്ങനെയാണെങ്കിൽ ഫ്ലോയം എങ്ങനെയാണ്, സൈലത്തിൽ ഇന്ന് മെമ്പർ ലിവിംഗ് ആവുമ്പോൾ ഫ്ലോയത്തിൽ ഇന്ന് മെമ്പർ ഡെഡ് ആണ്. സോ ആ രീതിയിലുള്ള ഒരു കമ്പാരിസൺ നിങ്ങൾ നടത്തിക്കൊണ്ട് തന്നെ പഠിക്കണം. ഇനി വീക്ക് 5 കഴിഞ്ഞു, വീക്ക് 6ലേക്ക് വരുമ്പോൾ പ്രാക്ടീസ് NCERT. NCERT എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ഏറ്റവും ഫസ്റ്റ് സോഴ്സ് ഓഫ് റെഫറൻസ്. നമ്മുടെ ഫസ്റ്റ് പല കുട്ടികളും ചോദിക്കാറുണ്ട് ഏത് ഗൈഡ് വാങ്ങണം, എന്ത് വാങ്ങണം, അത് ഏത് മെറ്റീരിയൽ യൂസ് ചെയ്യണം. NCERT തന്നെയാണ് മക്കളെ നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ്. NCERT തന്നെയാണ് വളരെ നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ബാക്കിയൊക്കെ സെക്കൻഡറി ആണ്. സോ NCERT പ്രോബ്ലംസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. NCERT പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ എക്സാംപ്ലർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും മറക്കരുത്. അതായത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്ത, ഒരു തവണ ക്വസ്റ്റ്യൻ വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റാത്ത രീതിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. 2 or 3 തവണ ക്വസ്റ്റ്യൻസ് വായിച്ച് ടെക്സ്റ്റ് ബുക്ക് നമ്മൾ വായിച്ചതുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് എഴുതേണ്ട ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്. അതൊക്കെ എക്സാംപ്ലറിൽ വരുന്നതാണ്. അപ്പൊ എക്സാംപ്ലർ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. നന്നായി പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ ഫൈനൽ എക്സാം ഒക്കെ വരുന്ന സമയത്ത്, മെയിൻ എക്സാം ഒക്കെ വരുന്ന സമയത്ത് വെരി ഈസിലി യു ക്യാൻ സ്കോർ മാർക്ക്. ഓക്കെ, വിത്തൗട്ട് എനി ഡൗട്ട് ഞാൻ കൃത്യമായിട്ട് പറയുന്നു, നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി വീക്ക് 7 to 8ലേക്ക് വരുമ്പോൾ കൺസെപ്റ്റ് മാപ്സ്, ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് മാപ്പ് അല്ലെങ്കിൽ മൈൻഡ് മാപ്പ് രീതിയിൽ ടിഷ്യൂസിൽ ചെയ്യാൻ വേണ്ടി പറ്റും. വളരെ രസകരമായ ഡിഫറെന്റ് കളേഴ്സും ഒക്കെ യൂസ് ചെയ്ത് നല്ല രീതിയിലുള്ള ഒരു മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാം. ദെൻ അതുപോലെ തന്നെ ഗ്രൂപ്പ് ക്യൂസ് നടത്താം. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്റർവൽ ടൈമിലൊക്കെ സാറ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സാറ് ചെയ്തൊരു കാര്യം, അല്ല സാറ് എന്നല്ല, സാറിന്റെ ടീച്ചർ ഇൻസ്ട്രക്ഷൻ തന്നത് പ്രകാരം സാറിന്റെ ക്ലാസ്സിലുള്ള കുട്ടികൾ എല്ലാവരും കൂടി ചെയ്ത കാര്യം ഗ്രൂപ്പുകളാവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 2 റോ ബെഞ്ച് ഉണ്ടല്ലോ, അതിൽ ഫസ്റ്റ് 2 ബെഞ്ചസ് അപ്പുറത്ത് ഇപ്പുറത്ത് ക്യൂസ് നടത്തും. അവർ തിരിഞ്ഞിരിക്കും, ക്യൂസസ് നോട്ട് ചെയ്യും, ചോദിക്കും. ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫിൽ നിങ്ങൾക്ക് അതുപോലെ എന്ത് ചെയ്യാം, ഫ്രീ ടൈം കിട്ടുമ്പോൾ ക്യൂസസ് ഒക്കെ ആക്കാം, ഗ്രൂപ്പ് ക്യൂസസ് ചെയ്യാം, ക്യൂസ് ആക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ടീച്ചേഴ്സുമായിട്ട് ഒന്ന് ആലോചിച്ചുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ എന്താണ്, മിനി ടെസ്റ്റ് നടത്തുക. ചെറിയ ടെസ്റ്റ്, ചെറിയ സമയത്തിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ടൈം നിങ്ങൾ നോക്കണം. ടൈം ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടന്റ്. ടൈം മാനേജ്മെന്റ് അതിലും ഇമ്പോർട്ടന്റ് ആണ്. സോ ടൈം മാനേജ്മെന്റ് അതൊരു സ്കില്ലാണ്. ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര ചോദ്യങ്ങൾ എനിക്ക് എഴുതി തീർക്കാൻ സാധിക്കും, ഇത്ര മാർക്കുകൾ ഞാൻ നേടും എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞു വെക്കണം. ഓരോരുത്തരുടെയും ആ ഒരു ഏരിയ നിങ്ങൾ അറിഞ്ഞു വെക്കണം. ആർക്കെങ്കിലും അങ്ങനെ ഒരു വീക്ക് ഏരിയ ഉണ്ട്, അതായത് പറഞ്ഞ സമയത്തിൽ തീർക്കാൻ പറ്റുന്നില്ല. പലരും പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ് എക്സാമിന്, സാറേ എനിക്ക് സമയം കിട്ടിയില്ല, എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് എഴുതാൻ സമയം കിട്ടിയില്ല. സോ ആ ടൈം മാനേജ്മെന്റ് സ്കില്ലില്ലാത്തത് കൊണ്ടാണ്. ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം. ടൈമർ വെച്ചുകൊണ്ട്, സമയം വെച്ചുകൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം. അതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് മിനി ടെസ്റ്റ്. ചുരുങ്ങിയ സമയത്തിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതി ശീലിക്കാം. അപ്പൊ അങ്ങനെ ശീലിക്കുമ്പോൾ ടൈം മാനേജ്മെന്റ് ഓട്ടോമാറ്റിക് റെഡിയാവും. ഇനി നമുക്ക് ഓണം വരുന്നുണ്ട് അല്ലേ, അതിനിടെ നമുക്ക് ഓണം വരും. അപ്പൊ അതിന്റെ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ബ്രേക്ക് ഉണ്ടാവും, ഓണത്തിന് ലീവ് ഉണ്ടാവും. സോ എങ്ങനെ യൂസ് ചെയ്യണം? സെപ്റ്റംബർ ആദ്യം സമയമൊക്കെ ആവുമ്പോഴാണ് ഏകദേശം നമുക്ക് ആ ഒരു ഓണത്തിന്റെ ഒരു ഇതൊക്കെ വരിക. അപ്പൊ ആ സമയത്ത് യൂസ് യുവർ ബ്രേക്ക് ടൈം ഫോർ ലൈറ്റ് ആൻഡ് എൻഗേജിങ് റിവിഷൻ. ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് ടിഷ്യൂസ് പഠിച്ചു. അപ്പൊ അതിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം. റീഡ്രോ ഓൾ ഡയഗ്രാം വിത്തൗട്ട് ലുക്കിംഗ്, നോക്കാതെ തന്നെ വരക്കാൻ ശ്രമിക്കുക. പാരൻ ഗെയിം ഇങ്ങനെയാണ്, കോളൻ ഗെയിം ഇങ്ങനെയാണ്, സ്ക്ലീറൻ ഗെയിം ഇങ്ങനെയാണ്, വരച്ചു പഠിക്കുക. സൈലത്തിന് ഇത്ര മെമ്പേഴ്സ് ഉണ്ട്, ഫ്ലോയത്തിന് ഇത്ര മെമ്പേഴ്സ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാതെ
ഒന്ന് നോക്കാം, മീൻസ് നോക്കാതെ ടെക്സ്റ്റ് ബുക്ക് നോക്കാതെ റഫായിട്ടൊന്ന് എഴുതി നോക്കാം, വരച്ചു നോക്കാം. ക്രിയേറ്റ് ഫ്ലാഷ് കാർഡ്സ് ഫോർ ടിഷ്യൂ ടൈപ്സ് ആൻഡ് ഓർഗനൽ ഫങ്ഷൻ. കൃത്യമായി വളരെ സിമ്പിളായി മനസ്സിലാക്കി എടുക്കുന്നതിന് വേണ്ടി ഫ്ലാഷ് കാർഡ്സ് ഉണ്ടാക്കിയെടുക്കാം. ടിഷ്യൂസ്, ഇപ്പൊ ടിഷ്യൂസ് എന്നുള്ളത് ടിഷ്യൂസ് 2 ടൈപ്പ് ഉണ്ട്, പെർമനന്റും അതുപോലെ തന്നെ എന്താണ് മെരിസ്റ്റമാറ്റിക്കും. മെരിസ്റ്റമാറ്റിക് എപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം, പെർമനന്റ്, സിമ്പിൾ, പെർമനന്റ്, കോംപ്ലക്സ്, അങ്ങനെ ഒരു ചാർട്ട് പോലെ ഒരു അല്ലെങ്കിൽ ഒരു ഫ്ലാഷ് കാർഡ് പോലെ ക്രിയേറ്റ് ചെയ്താൽ കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. അറ്റംപ്റ്റ് എ ടൈംഡ് ക്യൂസ്. ഇത് പറഞ്ഞു സമയം തീർന്നു പോകുന്ന തരത്തില് ഓൺലൈൻ ക്യൂസുകൾ അറ്റൻഡ് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ ധാരാളമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നമ്മൾ നവംബറിലേക്കൊക്കെ എത്തുന്ന സമയത്ത്, ഒക്ടോബറിലേക്കൊക്കെ എത്തുന്ന സമയത്ത് നമുക്ക് ഇംപ്രൂവ്മെന്റ് ഇൻ ഫുഡ് റിസോഴ്സസ് എന്ന് പറയുന്ന ചാപ്റ്റർ, ബയോളജിയുടെ 3rd ചാപ്റ്റർ ആണ്. അപ്പൊ അത് നമുക്ക് നോക്കണം. അതിൽ മെയിൻലി പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ബയോളജി, ഫുഡ് പ്രൊഡക്ഷൻ ആണ് മെയിൻലി പഠിക്കുക. ഫുഡ് പ്രൊഡക്ഷൻ പേര് പോലെ തന്നെ ഇംപ്രൂവ്മെന്റ് ഇൻ ഫുഡ് റിസോഴ്സസ് അല്ലേ, ഫുഡ് പ്രൊഡക്ഷനെ കുറിച്ച് തന്നെയാണ് പഠിക്കുന്നത്. അഗ്രികൾച്ചർ, പോൾട്രി, ആനിമൽ ഹസ്ബൻഡറി, പിന്നെ ആപ്പിയറീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ ആണ്. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 2 ആഴ്ചകളിൽ ക്രോപ്പ് വെറൈറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാംസ്, അതിന്റെ പ്രാക്ടീസ്, ക്രോപ്പ് വെറൈറ്റി ഇംപ്രൂവ്മെന്റ് മാത്രമല്ല ക്രോപ്പ് പ്രൊഡക്ഷൻ മാനേജ്മെന്റ്, ക്രോപ്പ് പ്രൊട്ടക്ഷൻ മാനേജ്മെന്റ്, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. 3 to 4 ആനിമൽ ഹസ്ബൻഡറി, ഫിഷറീസ് പഠിക്കുന്നു. വീക്ക് 5 മുന്നത്തെ ക്വസ്റ്റ്യൻസ്, മുൻ വർഷങ്ങളിലെ അല്ലെങ്കിൽ മുൻ ചോദ്യങ്ങൾ, പഴയ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. റിയൽ ലൈഫ് എക്സാമ്പിൾസ് നമ്മൾ നോക്കണം. റിയൽ ലൈഫ് എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. നമുക്ക് ചുറ്റിലും ഈ ക്രോപ്പ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട നമ്മുടെ വീട്ടിൽ ഫാർമേഴ്സ് ഉണ്ടെങ്കിൽ, വീടിന്റെ അടുത്ത ഫാർമേഴ്സ് ഉണ്ടെങ്കിൽ അവരുമായി ഇന്ററാക്ട് ചെയ്തുകൊണ്ട് അഗ്രികൾച്ചർ ടൂൾസിനെ പരിചയപ്പെടുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. വീക്ക് 6 ഗ്രൂപ്പ് ഡിസ്കഷൻസ് നടത്തുക, അല്ലെങ്കിൽ ഫ്ലാഷ് റെപ്രസെന്റേഷൻ, നേരത്തെ പറഞ്ഞതുപോലെ സിമ്പിൾ ആയിട്ട് മാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കൃത്യമായ സിമ്പിൾ ഷോർട്ട് കട്ട്സ് ഒക്കെ ചെയ്തിട്ട് കൃത്യമായിട്ട് മൈൻഡ് മാപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവാം. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ മക്കളെ സക്സസ് നിങ്ങളെ തേടിയെത്തും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഡിസംബർ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് നമ്മൾ വളരെ വിശദമായി തന്നെ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഡിസംബർ കഴിഞ്ഞാൽ ഫൈനൽ റിവിഷന്റെ ടൈമാണ് മക്കളെ. സിലബസ് എല്ലാം കഴിഞ്ഞു. ഷിഫ്റ്റ് ഫോക്കസ് ടു സ്ട്രെങ്തനിങ്. സിലബസ് എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി സ്ട്രോങ് ആക്കണം. പഠിച്ച കാര്യങ്ങളൊക്കെ സ്ട്രോങ് ആവണമെങ്കിൽ കുറെ കാര്യങ്ങളുണ്ട് മക്കളെ. റിവൈസ് ഓൾ ഡയഗ്രാംസ് വീക്ക്ലി ഈ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ഡയഗ്രാംസും, ഈ 3 ചാപ്റ്ററിലെ എല്ലാ ഡയഗ്രാംസും നന്നായി ഒന്ന് റിവൈസ് ചെയ്യുക. ഇൻക്ലൂഡിംഗ് ദ ലേബലിംഗ്സ്, സോൾവ് സാമ്പിൾ പേപ്പേഴ്സ്, ലിസ്റ്റ് ഡൗൺ ആൻഡ് ഫിക്സ് വീക്ക് ഏരിയാസ്. മക്കളെ എത്രയൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞാലും നമുക്ക് വീക്ക് ഏരിയാസ് ഉണ്ടാവും. ചില ഭാഗങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും, ചില ഭാഗങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ചില ഭാഗങ്ങൾ അറിയുമെങ്കിലും അത് എഴുതി വലിപ്പിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും, ചില ആളുകൾക്ക് വരക്കാൻ ചില ഡയഗ്രാംസ് ബുദ്ധിമുട്ടായിരിക്കും. വീക്ക് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്ത് അത് ഫിക്സ് ചെയ്യാനുള്ള സമയമാണ്. പ്രാക്ടീസ് ആൻസറിംഗ് ഇൻ എക്സാം ഫോർമാറ്റ്. കൃത്യമായ ഒരു ഫോർമാറ്റ് ഉണ്ട്. സെക്ഷൻ എ MCQ, അസർഷൻ, റീസൺ. സെക്ഷൻ ബി വെരി ഷോർട്ട് ആൻസർ, സെക്ഷൻ സി ഷോർട്ട് ആൻസർ, പിന്നെ ലോങ് ആൻസർ, കേസ് സ്റ്റഡി എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ ഒരു ഫോർമാറ്റിൽ ചെയ്ത് പഠിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അത് ചെയ്യേണ്ട സമയമാണ് ഡിസംബർ കഴിഞ്ഞാൽ. മക്കളെ ഇത് തന്നെയാണ് സാറിന് പറയാനുള്ളത്. വർക്ക് ഹാർഡ് നൗ. ഇപ്പോ നിങ്ങൾ നന്നായിട്ടൊന്ന് കഷ്ടപ്പെടുക, നന്നായിട്ട് തന്നെ കഷ്ടപ്പെടുക. സെലിബ്രേറ്റ് റിസൾട്ട്സ് ലേറ്റർ. നിങ്ങളുടെ റിസൾട്ട് സംസാരിക്കണം. നല്ലൊരു റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സോ മക്കളെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബയോളജിയുടെ ഒരു റോഡ് മാപ്പ് ടു സക്സസ്, ഒരു പ്ലാനിങ്ങിനെ കുറിച്ചാണ് ഈ ഒരു അക്കാദമിക് ഇയറിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള പ്ലാനിങ്ങിനെ കുറിച്ച് പറയാനാണ് സാർ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. മക്കളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു സ്ഥലത്ത് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ ആൻഡ് സ്റ്റേ സേഫ്.